ഇനിയും കേരളത്തിൽ പുതിയ ജില്ലകൾ വേണമോ? ചിലർ പറയും തീർച്ചയായും വേണം. ജനങ്ങൾക്ക് ഭരണകൂടം കൂടുതൽ അടുത്തെത്തണം. വലിയ ജില്ലകൾ വിഭജിക്കണം. ഞങ്ങളുടെ പ്രദേശത്തിന് ഒരു ജില്ല വേണം. പുതിയ കലക്ടറേറ്റ് വേണം. പുതിയ ഓഫീസുകൾ വേണം. ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ യുക്തിസഹമായി തോന്നാം. പക്ഷേ നമ്മൾ ഏത് കാലത്താണ് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്? ഇത് 1980കളാണോ? 1990കളാണോ? അല്ല. നമ്മൾ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്തിലേക്കാണ്. അപ്പോൾ ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ഭരണ സംവിധാനത്തിന്റെ ലോജിക് ഉപയോഗിച്ച് നാളത്തെ ഭരണകൂടത്തെ രൂപകൽപ്പന ചെയ്യുന്നത് ശരിയാണോ? ഒരു ചെറിയ ഉദാഹരണം. ഒരു കാലത്ത് ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് ഫോൺ ചെയ്യണമെങ്കിൽ STD ബൂത്ത് തേടേണ്ടി വന്നിരുന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇനിയും 2 STD ബൂത്ത് കൂടി വേണം. അത് വളരെ യുക്തിസഹമായ ആവശ്യമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും നിമിഷങ്ങൾക്കുള്ളിൽ ബന്ധിപ്പിക്കുന്നു. അതിനാൽ ഇന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മുടെ പ്രദേശത്ത് കൂടുതൽ STD ബൂത്ത് വേണം എന്ന് നമ്മൾ എന്തു പറയും? സഹോദരാ, കാലം മാറി എന്ന്. അപ്പോൾ ചോദ്യം ഇതാണ്, ഭരണകൂടത്തിന്റെ കാര്യത്തിലും കാലം മാറിയിട്ടുണ്ടോ? ഡിസ്ട്രിക്ട് എന്ന ആശയം എന്തിനാണ് ഉണ്ടായത്? ഡിസ്ട്രിക്ട് എന്നത് വെറുമൊരു ഭൂപടത്തിലെ വരയല്ല. ജനങ്ങളിലേക്കും ഭരണകൂടത്തിലേക്കും ഇടയിലുള്ള ദൂരം കുറയ്ക്കുന്നതിനും വിവിധ സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിക്കുന്നതിനും ലോ ആൻഡ് ഓർഡർ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഡെവലപ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നതിനുമാണ് ജില്ലാ ഭരണ സംവിധാനം പ്രധാനമായും നിലനിൽക്കുന്നത്. പക്ഷേ ഈ സംവിധാനത്തിന്റെ ഒരു പ്രധാന അസംപ്ഷൻ എന്തായിരുന്നു? ഭരണകൂടവുമായി ബന്ധപ്പെടാൻ മനുഷ്യന് ഭൗതികമായി ഓഫീസിലെത്തണം. കലക്ടറേറ്റ് ഇവിടെ, റവന്യൂ ഓഫീസ് അവിടെ, ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് മറ്റൊരിടത്ത്. അപേക്ഷ കൊടുക്കണം, രേഖ കൊണ്ടുപോകണം, ഉദ്യോഗസ്ഥനെ കാണണം, ഫയൽ നീങ്ങണം, റിപ്പോർട്ട് വരണം, വീണ്ടും ഓഫീസിൽ പോകണം. ഇതാണ് പഴയ ഭരണത്തിന്റെ ആർക്കിടെക്ചർ. എന്നാൽ ഇന്ന് സ്ഥിതി മാറിക്കൊണ്ടിരിക്കുന്നു. കേരള സർക്കാർ ഇതിനകം തന്നെ പല സർക്കാർ സേവനങ്ങളും ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. ഈ സേവനം എന്ന ഏകീകൃത പോർട്ടൽ വിവിധ വകുപ്പുകളുടെ സേവനങ്ങൾ ഒരിടത്ത് ലഭ്യമാക്കാൻ രൂപകൽപ്പന ചെയ്തതാണ്. കേരള ഗവൺമെന്റിന്റെ ഈ സർവീസസ് ഡാഷ്ബോർഡിൽ ഇപ്പോൾ 546 ഓൺലൈൻ സർവീസസ് കാണിക്കുന്നു. അത് എന്താണ് സൂചിപ്പിക്കുന്നത്? ഭരണം പതുക്കെ ഓഫീസ് സെൻട്രിക് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് സിറ്റിസൺ സെൻട്രിക് ഡിജിറ്റൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് മാറുകയാണ്. ഇത് തുടക്കമാത്രമാണ്. ഇനി AI വരുന്നു. ഇന്റർനെറ്റ് വന്നപ്പോൾ സർക്കാർ സേവനങ്ങൾ ഓൺലൈനായി. AI വന്നാൽ എന്ത് സംഭവിക്കും? ഓൺലൈൻ ഗവൺമെന്റ്, ഇന്റലിജന്റ് ഗവൺമെന്റ് എന്ന മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. നാളെ നിങ്ങൾ ഒരു ഗവൺമെന്റ് AI അസിസ്റ്റന്റിനോട് ചോദിച്ചേക്കാം, എനിക്ക് ഭൂമിയുടെ രേഖയിൽ ഒരു തെറ്റുണ്ട്. AI ചോദിക്കും, നിങ്ങളുടെ വില്ലേജ് ഏതാണ്? നിങ്ങളുടെ ഡിജിറ്റൽ റെക്കോർഡ്സ് പരിശോധിക്കും. ബന്ധപ്പെട്ട നിയമങ്ങളും സർക്കാർ ഉത്തരവുകളും പരിശോധിക്കും. ആവശ്യമായ രേഖകൾ ഏതൊക്കെയെന്ന് പറയും. അപേക്ഷ തയ്യാറാക്കും. അത് ശരിയായ ഉദ്യോഗസ്ഥന് അയക്കും. അപേക്ഷയുടെ സ്റ്റാറ്റസ് നിരീക്ഷിക്കും. എവിടെയാണ് ഡിലേ എന്ന് കണ്ടെത്തും. ആവശ്യമെങ്കിൽ പരാതി എസ്കലേറ്റ് ചെയ്യും. ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾ കലക്ടറേറ്റിൽ എത്തേണ്ടി വരുമോ? ഒരുപക്ഷേ ഇല്ല. ഇവിടെയാണ് വലിയ മാറ്റം. ഇന്ന് ഒരു ജില്ലാ കളക്ടറിന് ലഭിക്കുന്ന വിവരങ്ങൾ പലപ്പോഴും വിവിധ ഓഫീസുകളിൽ നിന്നുള്ള റിപ്പോർട്ട്സ്, ഫയൽസ്, മീറ്റിംഗ്സ്, കംപ്ലയിന്റ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയിലൂടെയാണ് എത്തുന്നത്. ഭാവിയിലെ AI അസിസ്റ്റഡ് ഭരണത്തിന്റെ സ്ഥിതി വ്യത്യസ്തമായിരിക്കും. കളക്ടറിന്റെ മുന്നിലുള്ള ഡാഷ്ബോർഡ് പറയാം, ഈ പ്രദേശത്ത് ഡ്രിങ്കിങ് വാട്ടർ കംപ്ലയിന്റ്സ് 23% വർദ്ധിച്ചു. ഈ താലൂക്കിൽ ഹോസ്പിറ്റൽ അഡ്മിഷൻസ് അസാധാരണമായി ഉയരുന്നുവ. ഈ റോഡിൽ ആക്സിഡന്റ് റിസ്ക് വർദ്ധിച്ചിരിക്കുന്നുവ. ഈ പ്രദേശത്ത് സ്കൂൾ ഡ്രോപ്പൌട്ട് ഉയരുന്നുവ. ഈ സർക്കാർ പദ്ധതിയുടെ ഇംപ്ലിമെന്റേഷൻ ടാർഗറ്റിനേക്കാൾ പിന്നിലാണ്. അടുത്ത 48 മണിക്കൂറിൽ ചില പ്രദേശങ്ങളിൽ ഫ്ലഡ് റിസ്ക് ഉയർന്നേക്കാം. അപ്പോൾ കളക്ടർ പ്രശ്നം വന്ന ശേഷം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനല്ല. പ്രശ്നം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അത് കാണുന്ന ഉദ്യോഗസ്ഥനായി മാറുന്നു. ഇതാണ് പ്രെഡിക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. പരാതി കൊടുത്ത ശേഷം പരിഹാരം എന്നതിൽ നിന്ന് ഇന്നത്തെ മാതൃക പ്രോബ്ലം, കംപ്ലയിന്റ്, ഫയൽ, എൻക്വയറി, ഡിസിഷൻ. ഭാവിയിലെ മാതൃക ഡാറ്റ ഡിറ്റക്ഷൻ, പ്രെഡിക്ഷൻ, പ്രിവെൻഷൻ, ഹ്യൂമൻ ഇന്റർവെൻഷൻ. ഡിസ്ട്രിക്ട് എന്നത് ഭൂമിശാസ്ത്രപരമായ യൂണിറ്റ് മാത്രമാകേണ്ടതുണ്ടോ? ഇതാണ് ഭാവിയിലെ ഏറ്റവും വലിയ ചിന്ത. ഇന്ന് സ്റ്റേറ്റ്
ഡിസ്ട്രിക്ട്, താലൂക്ക്, വില്ലേജ് എന്നതാണ് ഒരു പ്രധാന അഡ്മിനിസ്ട്രേറ്റീവ് ഹൈറാർക്കി. ഭാവിയിൽ ഇതിന് മുകളിൽ ഒരു പുതിയ ലെയർ വരാം, സ്റ്റേറ്റ് AI ഗവർണൻസ് പ്ലാറ്റ്ഫോം. അത് താഴെയുള്ള എല്ലാ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഡാറ്റ റിയൽ ടൈം ആയി ശേഖരിക്കും. ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസേഴ്സിന് ആവശ്യമായ വിവരങ്ങൾ AI നൽകും. താലൂക്ക് ലെവൽ അഡ്മിനിസ്ട്രേഷന് വേറിട്ട ഡാഷ്ബോർഡ്, പഞ്ചായത്തിന് വേറിട്ട ഡാഷ്ബോർഡ്, സിറ്റിസന് നേരിട്ട് AI ഇന്റർഫേസ്. അപ്പോൾ ഭരണത്തിന്റെ കാര്യക്ഷമത ഭൂപ്രദേശത്തിന്റെ വലുപ്പത്തിൽ നിന്ന് ഡാറ്റ കണക്ടിവിറ്റിയിലേക്കും ഇന്റലിജൻസിലേക്കും മാറും. ജനങ്ങൾക്ക് ഓഫീസിൽ എത്താൻ എളുപ്പമല്ലേ? അതെ. ഇതാണ് പുതിയ ജില്ല ആവശ്യപ്പെടുന്നവരുടെ ഏറ്റവും ശക്തമായ വാദം. പക്ഷേ അതിന് മറ്റൊരു ചോദ്യം ചോദിക്കാം. ജനങ്ങളെ ഓഫീസിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടുവരുന്നതാണോ പരിഹാരം? അതോ ഓഫീസിനെ തന്നെ ജനങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തിക്കുന്നതാണോ പരിഹാരം? UPI നമ്മുടെ കയ്യിൽ പേയ്മെന്റ് സിസ്റ്റം എത്തിച്ചു. ടെലിമെഡിസിനെ ഡോക്ടറെ വീട്ടിലെത്തിക്കുന്നു. ഓൺലൈൻ എഡ്യൂക്കേഷൻ അധ്യാപകനെ വീട്ടിലെത്തിക്കുന്നു. അപ്പോൾ ഗവൺമെന്റ് AI എന്തുകൊണ്ട് ഭരണസേവനത്തെ വീട്ടിലെത്തിച്ചുകൂടാ? എല്ലാവർക്കും AI ഉപയോഗിക്കാനാകുമോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു എതിർവാദമാണ്. പ്രായമായവർ, ഡിജിറ്റൽ ലിറ്ററസി ഇല്ലാത്തവർ, ഇന്റർനെറ്റ് ഇല്ലാത്തവർ, വിദൂര ഗ്രാമങ്ങളിലുള്ളവർ, അവർക്കായി ഫിസിക്കൽ അസിസ്റ്റൻസ് സെന്റർസ് ഉണ്ടായിരിക്കണം. പക്ഷേ അതിനായി ഓരോ ചെറിയ പ്രദേശത്തിനും ഒരു പൂർണ്ണ ജില്ലാ ഭരണ സംവിധാനം വേണമെന്നില്ല. ഒരു മോഡേൺ സിറ്റിസൺ സർവീസ് സെന്റർ മതിയാകാം. അവിടെ മനുഷ്യ സഹായവും ഉണ്ടായിരിക്കാം. AI അവിടെ ഉദ്യോഗസ്ഥനെ സഹായിക്കും. അങ്ങനെ ഹ്യൂമൻ പ്ലസ് AI ആയിരിക്കും ഭാവിയിലെ ഭരണത്തിന്റെ യഥാർത്ഥ മാതൃക. പക്ഷേ കളക്ടർ ആവശ്യമില്ലേ? തീർച്ചയായും ആവശ്യമുണ്ട്. AI കളക്ടറെ ഉടൻ തന്നെ മാറ്റിസ്ഥാപിക്കില്ല. കാരണം ഭരണത്തിൽ ഡാറ്റ മാത്രം പോര. ജഡ്ജ്മെന്റ് വേണം, അക്കൗണ്ടബിലിറ്റി വേണം, ഹ്യൂമൻ വാല്യൂസ് വേണം, നിയമപരമായ ഉത്തരവാദിത്തം വേണം. ഒരു AI പറയാം, ഈ പ്രദേശത്ത് ഈ പദ്ധതി ഇക്കണോമിക്കലി ഒപ്റ്റിമൽ ആണ്. പക്ഷേ കളക്ടർ ചോദിക്കേണ്ടിവരും, ഇത് സാമൂഹികമായി നീതിയുള്ളതാണോ? ഒരു AI പറയാം, ഈ കുടുംബത്തിന് ഈ ബെനിഫിറ്റ് ലഭിക്കാനുള്ള പ്രോബബിലിറ്റി കുറവാണ്. പക്ഷേ മനുഷ്യ ഉദ്യോഗസ്ഥൻ ചോദിക്കണം, നിയമത്തിലും മനുഷ്യാവകാശത്തിലും ഇതിന് മറ്റൊരു പരിഗണനയുണ്ടോ? അതുകൊണ്ട് AI ഭരണാധികാരിയാകില്ല. AI ഭരണാധികാരിയുടെ ശക്തമായ ഉപകരണമായി മാറും. ഏറ്റവും വലിയ നേട്ടം ചെലവ് കുറയ്ക്കാം. ഇവിടെ ഒരു സാധാരണ ജീവിതാനുഭവം ഓർക്കാം. ഒരു കാലത്ത് വൈദ്യുതി ബിൽ അടയ്ക്കാൻ മാത്രം KSEB ഓഫീസിൽ പോകേണ്ടി വന്നിരുന്നു. അതിനായി പലരും ഒരു ദിവസത്തെ മറ്റ് ജോലികൾ മാറ്റിവച്ച് ഓഫീസിൽ എത്തി ക്യൂവിൽ നിന്ന് ബിൽ അടച്ച് മടങ്ങുമായിരുന്നു. ഇന്ന് അതേ കാര്യം ഗൂഗിൾ പേ പോലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളിലൂടെ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ വീട്ടിലിരുന്ന് ചെയ്യാം. അപ്പോൾ വൈദ്യുതി ബിൽ അടയ്ക്കുന്നത് എളുപ്പമാക്കാൻ നമുക്ക് കൂടുതൽ KSEB ഓഫീസുകൾ സ്ഥാപിക്കേണ്ടി വന്നോ? ഇല്ല. സാങ്കേതികവിദ്യയാണ് സേവനം ജനങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഭാവിയിലെ AI അസിസ്റ്റഡ് ഗവർണൻസിൽ ഒരു സർക്കാർ സേവനം ലഭിക്കാൻ ജനങ്ങൾ കലക്ടറേറ്റിലേക്ക് യാത്ര ചെയ്യേണ്ട സാഹചര്യം തന്നെ കുറയുകയാണ് ലക്ഷ്യം. അതുകൊണ്ട് ജനങ്ങൾക്ക് സേവനം എളുപ്പമാക്കാൻ പുതിയ ജില്ലയും പുതിയ കലക്ടറേറ്റും പുതിയ ഓഫീസുകളും സൃഷ്ടിക്കുന്നതിന് പണം ചെലവഴിക്കുന്നതിന് മുമ്പ് അതേ പണം AI ഇൻഫ്രാസ്ട്രക്ചർ, ഡിജിറ്റൽ റെക്കോർഡ്സ്, സെക്യൂർ കണക്ടിവിറ്റി, സിറ്റിസൺ സർവീസ് സെന്റർസ്, മൾട്ടിലിംഗ്വൽ AI അസിസ്റ്റൻസ് എന്നിവയ്ക്കായി നിക്ഷേപിച്ചാൽ കൂടുതൽ ജനങ്ങൾക്ക് കൂടുതൽ വേഗത്തിൽ സേവനം ലഭിക്കുമോ എന്ന് പരിശോധിക്കണം. ഇവിടെ ഒരു ഉപമ പറയാം. KSEB ബിൽ അടയ്ക്കാൻ കൂടുതൽ ഓഫീസുകൾ വേണമെന്ന് ആവശ്യപ്പെടുന്നത് ഇന്ന് എത്ര ബാലിശമായി തോന്നുമോ, അതേ രീതിയിൽ ഡിജിറ്റൽ ഗവർണൻസ് ശക്തമാകുന്ന ഭാവിയിൽ ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻകൺവീനിയൻസിനും പുതിയ ജില്ല ആവശ്യപ്പെടുന്നതും പുനഃപരിശോധിക്കേണ്ടിവരും. പക്ഷേ ഉപമയുടെ അർത്ഥം KSEB ഓഫീസുകൾ ആവശ്യമില്ല എന്നല്ല. അതുപോലെ തന്നെ എല്ലാ ജില്ലാ ഭരണവും ഇല്ലാതാക്കണം എന്നുമല്ല. അർത്ഥം ഒന്ന് മാത്രം, സാങ്കേതികവിദ്യ ഒരു സേവനം നൽകുന്ന രീതിയെ തന്നെ മാറ്റുമ്പോൾ പഴയ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ അതേ അളവിൽ വർദ്ധിപ്പിക്കണമോ എന്ന് വീണ്ടും ചോദിക്കണം. ഇവിടെയാണ് മറ്റൊരു വലിയ സാധ്യത. ഒരു പുതിയ ജില്ല ഉണ്ടാക്കിയാൽ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ പ്ലസ് പുതിയ ഓഫീസ് പ്ലസ് പുതിയ പോസ്റ്റ്സ് പ്ലസ് റിക്കറിംഗ് സാലറി പ്ലസ് മെയിൻ്റനൻസ് പ്ലസ് വെഹിക്കിൾസ് പ്ലസ് യൂട്ടിലിറ്റീസ് എല്ലാം വരും. പക്ഷേ AI ബേസ്ഡ് ഡിജിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വികസിപ്പിച്ചാൽ ഒരു വലിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പല ജില്ലകൾക്കും ഉപയോഗിക്കാം.
ഒരേ AI ഇൻഫ്രാസ്ട്രക്ചർ പല വകുപ്പുകൾക്കും ഉപയോഗിക്കാം. ഒരേ ഡാറ്റാബേസ് പല സർവീസസിനും ഉപയോഗിക്കാം. ഒരേ ഡിജിറ്റൽ അസിസ്റ്റന്റ് കോടിക്കണക്കിന് ട്രാൻസാക്ഷൻസ് കൈകാര്യം ചെയ്യാം. അതായത് സ്കെയിൽ കൂടുമ്പോൾ ഓരോ സർവീസിന്റെയും മാർജിനൽ കോസ്റ്റ് കുറയാം. ഇതാണ് ടെക്നോളജിയുടെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി. അതുകൊണ്ട് നമുക്ക് പുതിയ ജില്ലകൾ ഒരിക്കലും വേണ്ടേ? അങ്ങനെ ഞാൻ പറയുന്നില്ല. പ്രകൃതി ദുരന്തങ്ങൾ, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, വലിയ ജനസംഖ്യ, അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്ലോഡ്, ലോ ആൻഡ് ഓർഡർ, വികസന അസമത്വം തുടങ്ങിയ യാഥാർത്ഥ്യ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് റീഓർഗനൈസേഷൻ ആവശ്യമായി വരാം. പക്ഷേ ഞങ്ങളുടെ പ്രദേശത്തിന് ഒരു ജില്ല വേണം എന്നത് മാത്രം മതിയായ കാരണമാകരുത്. അതിന് മുമ്പ് ഒരു സയന്റിഫിക് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് വേണം. ഒരു പുതിയ ഡിസ്ട്രിക്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് 10 ചോദ്യങ്ങൾ. ഒന്നാമത്, ഈ പുതിയ ജില്ല എന്ത് പ്രശ്നമാണ് പരിഹരിക്കുന്നത്? രണ്ടാമത്, ആ പ്രശ്നം ഡിജിറ്റൽ ഗവർണൻസ് വഴി പരിഹരിക്കാമോ? മൂന്നാമത്, AI ഉപയോഗിച്ചാൽ ഫിസിക്കൽ ഡിസ്റ്റൻസിന്റെ പ്രാധാന്യം എത്രത്തോളം കുറയും? നാലാമത്, പുതിയ ജില്ലയ്ക്ക് വരുന്ന റിക്കറിംഗ് എക്സ്പെൻഡിച്ചർ എത്രയാണ്? അഞ്ചാമത്, അടുത്ത 20 വർഷത്തെ ജനസംഖ്യാ മാറ്റം എന്തായിരിക്കും? ആറാമത്, ഭരണത്തിന്റെ വർക്ക്ലോഡ് എത്രയാണ്? ഏഴാമത്, എത്ര സർവീസ് യഥാർത്ഥത്തിൽ ഫിസിക്കൽ പ്രസൻസ് ആവശ്യപ്പെടുന്നു? എട്ടാമത്, പുതിയ ജില്ലയ്ക്കാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ എത്രമാത്രം പുതുതായി നിർമ്മിക്കണം? ഒൻപതാമത്, AI ഓട്ടോമേഷൻ എന്നിവ വന്നതിനുശേഷം ഈ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ പ്രസക്തമായിരിക്കുമോ? പത്താമത്, ഇന്ന് നാം സ്ഥാപിക്കുന്ന ഈ സംവിധാനം 2040-ലും 2050-ലും ആവശ്യമായിരിക്കുമോ? ഇതാണ് ഭാവിയെക്കുറിച്ചുള്ള യഥാർത്ഥ ചോദ്യം. നമുക്ക് 2050-ലെ കേരളത്തെക്കുറിച്ച് ചിന്തിക്കാം. ഒരു മനുഷ്യൻ തന്റെ വീട്ടിലിരുന്ന് ഗവൺമെന്റ് അസിസ്റ്റന്റിനോട് സംസാരിക്കുന്നു. അവന്റെ ഭാഷയിൽ, അവന്റെ പ്രശ്നം മനസ്സിലാക്കി, അവന്റെ റെക്കോർഡ്സ് പരിശോധിച്ച്, ബന്ധപ്പെട്ട നിയമങ്ങൾ പരിശോധിച്ചു, ആവശ്യമായ ഫോർമസ് സ്വയം തയ്യാറാക്കി, ബന്ധപ്പെട്ട വകുപ്പിലേക്ക് അപേക്ഷ അയച്ച്, അപേക്ഷയുടെ ഓരോ ഘട്ടവും നിരീക്ഷിച്ച്, തീരുമാനം വന്നാൽ അദ്ദേഹത്തെ അറിയിക്കുന്നു. ഒരു പ്രശ്നം സങ്കീർണമാണെങ്കിൽ മാത്രമേ അത് മനുഷ്യ ഉദ്യോഗസ്ഥന്റെ മുന്നിലെത്തൂ. വലിയ പ്രശ്നമാണെങ്കിൽ സീനിയർ ഓഫീസർ, അതിനും മുകളിൽ അപ്പീൽ അതോറിറ്റി. അങ്ങനെ ഒരു ലോകത്ത് കലക്ടറേറ്റിന്റെ വാതിൽക്കൽ വലിയ ക്യൂ ഉണ്ടാകുമോ? ഒരുപക്ഷേ ഇല്ല. അപ്പോൾ ഡിസ്ട്രിക്ട് എന്തായിരിക്കും? ഒരുപക്ഷേ ഭാവിയിൽ ഡിസ്ട്രിക്ട് ഒരു സർവീസ് ഡെലിവറി ബൗണ്ടറി എന്നതിലുപരി ഒരു ഗവർണൻസ് കോർഡിനേഷൻ യൂണിറ്റായി മാറിയേക്കാം. അല്ലെങ്കിൽ ചില അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് സ്റ്റേറ്റ് ലെവൽ ആകാം, ചിലത് റീജിയണൽ ആകാം, ചിലത് ലോക്കൽ ഗവൺമെന്റ് തന്നെ കൈകാര്യം ചെയ്യാം, ചിലത് AI ഓട്ടോമേറ്റ് ചെയ്യും, ചിലത് മനുഷ്യ ഉദ്യോഗസ്ഥർ മാത്രം ചെയ്യും. അപ്പോൾ നമുക്ക് വേണ്ടത് കൂടുതൽ ഓഫീസുകളല്ല, കൂടുതൽ ഇന്റലിജന്റ് സിസ്റ്റംസ് ആണ്. കൂടുതൽ ജീവനക്കാരല്ല, ശരിയായ സ്ഥലത്ത് ശരിയായ മനുഷ്യ ഇടപെടലാണ്. കൂടുതൽ ഫയലുകളല്ല, കൂടുതൽ ഡാറ്റ ഡ്രൈവൻ ഡിസിഷൻസ് ആണ്. ഇനി ജില്ലകൾ വേണ്ട എന്നതിന്റെ യഥാർത്ഥ അർത്ഥം ഇന്ന് നിലവിലുള്ള എല്ലാ ജില്ലകളും പിരിച്ചുവിടുക എന്നല്ല, കളക്ടർ വേണ്ട എന്നുമല്ല, മനുഷ്യ ഉദ്യോഗസ്ഥർ വേണ്ട എന്നുമല്ല. നമ്മുടെ ചിന്താഗതി മാറ്റണം എന്നതാണ്. 20-ാം നൂറ്റാണ്ടിലെ ഭരണത്തിന്റെ ചോദ്യം ജനങ്ങളെ ഓഫീസിന് അടുത്തേക്ക് എങ്ങനെ കൊണ്ടുവരാം? 21-ാം നൂറ്റാണ്ടിന്റെ ചോദ്യം ഓഫീസിലേക്ക് ജനങ്ങൾക്ക് വരേണ്ട ആവശ്യം തന്നെ എങ്ങനെ ഇല്ലാതാക്കാം? ഇതാണ് ഡിജിറ്റൽ ഗവർണൻസ്. ഇതാണ് AI ഗവർണൻസ്. AI അസിസ്റ്റഡ് ഭരണത്തിൽ ജില്ലകളുടെ എണ്ണം കുറയ്ക്കാം. ഇവിടെ മറ്റൊരു വലിയ മാറ്റം കൂടി സംഭവിക്കാം. അസിസ്റ്റഡ് ഗവർണൻസ് യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിലെ നിലവിലുള്ള ജില്ലകളുടെ എണ്ണം തന്നെ ഗണ്യമായി കുറയ്ക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കേണ്ടിവരും. ഇന്ന് ഒരു ചെറിയ പ്രദേശത്തിന് പ്രത്യേക ജില്ല വേണമെന്ന് പറയുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഭരണകൂടം ജനങ്ങൾക്ക് അടുത്തായിരിക്കണം എന്നതാണ്. എന്നാൽ സർക്കാർ സേവനങ്ങളുടെ വലിയൊരു ഭാഗം ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെയും വീട്ടിലിരുന്ന് തന്നെ ലഭ്യമാകുന്ന ഒരു കാലത്ത് ഓരോ ചെറിയ പ്രദേശത്തിനും പ്രത്യേകം കലക്ടറേറ്റ്, ജില്ലാ തല ഉദ്യോഗസ്ഥർ, അനുബന്ധ ഓഫീസുകൾ എന്നിവ നിലനിർത്തേണ്ട ആവശ്യം കുറയാം. ചില ജില്ലകളെ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻസായി കൂട്ടിച്ചേർത്ത് റൂട്ടിനെ സർവീസസ് ഡിജിറ്റൽ സിസ്റ്റംസും കൈകാര്യം ചെയ്യുകയും ആവശ്യമായ ഫീൽഡ് അഡ്മിനിസ്ട്രേഷൻ മാത്രം ലോക്കൽ ലെവലിൽ നിലനിർത്തുകയും ചെയ്യാം. അങ്ങനെ കൂടുതൽ ജില്ലകൾ സൃഷ്ടിക്കുന്നതിന് പകരം കുറച്ച് ജില്ലകളും കൂടുതൽ ശക്തമായ AI അടിസ്ഥാനമായ ഗവർണൻസ് സംവിധാനവും എന്നതായിരിക്കാം ഭാവിയിലെ കൂടുതൽ കാര്യക്ഷമവും കുറഞ്ഞ ചെലവുള്ളതുമായ മാതൃക. അവസാനമായി
നമുക്ക് ഒരു കാലത്ത് കൂടുതൽ STD ബൂത്തുകൾ വേണമായിരുന്നു. പിന്നീട് മൊബൈൽ ഫോൺ വന്നത് STD ബൂത്തുകൾ ഇല്ലാതായി. കാരണം കമ്മ്യൂണിക്കേഷന്റെ ആർക്കിടെക്ചർ തന്നെ മാറി. ഇന്ന് നമ്മൾ അതേ മാറ്റത്തിന്റെ മറ്റൊരു ഘട്ടത്തിന്റെ മുന്നിലാണ്. AI ഭരണത്തിന്റെ ആർക്കിടെക്ചർ തന്നെ മാറ്റാൻ പോകുന്നു. അതിനാൽ കേരളത്തിന് പുതിയ ജില്ലകൾ വേണമോ എന്ന ചോദ്യത്തിന് മുമ്പ് നമുക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാം. നാളത്തെ കേരളത്തിന് ഇന്നത്തെ ഭരണഘടന മതിയോ, പുതിയ ജില്ല വേണമെന്ന ആവശ്യം ഉയരുമ്പോൾ നമ്മൾ വെറുതെ ചോദിക്കരുത് എവിടെയാണ് പുതിയ ജില്ല, പകരം ചോദിക്കണം എന്തിനാണ് പുതിയ ജില്ല. അതിന്റെ ഉത്തരം ഡാറ്റ കൊണ്ട് തെളിയിക്കണം, ശാസ്ത്രം കൊണ്ട് പരിശോധിക്കണം, സാമ്പത്തികമായി വിലയിരുത്തണം, ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് തീരുമാനിക്കണം. കാരണം ഭാവിയിലെ നല്ല ഭരണകൂടം കൂടുതൽ ഓഫീസുകളുള്ള ഭരണകൂടമല്ല, കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കൃത്യതയോടെ കൂടുതൽ സുതാര്യമായി ഓരോ പൗരന്റെയും ആവശ്യത്തിന് പ്രതികരിക്കാൻ കഴിയുന്ന ഭരണകൂടമാണ്. അതിനാൽ നമുക്കിനി കൂടുതൽ ജില്ലകളാണോ വേണ്ടത്, അതോ കൂടുതൽ ബുദ്ധിയുള്ള ഒരു ഭരണ സംവിധാനമാണോ വേണ്ടത്? ചിന്തിക്കേണ്ടത് അതാണ്.